ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ മാത്സിൻ്റെ ഡയറക്ഷൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ ഡയറക്ഷനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവർക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ വെസ്റ്റിലേക്ക് പോയി ലെഫ്റ്റിലേക്ക് തിരിയുന്നത്, റൈറ്റിലേക്ക് തിരിയുന്നത്, അതുപോലെ തന്നെ ഈസ്റ്റ് സൈഡിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാനതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയില്ലാത്തവർ അതൊന്ന് കാണുക കേട്ടോ. ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാഹുൽ വോക്ക്ഡ് 100 meter facing towards south. From there he turned left and walked 40 meters. Thereafter he turned to his left and walked 100 meters and stopped. How far and in which direction is Rahul now from his starting point? Option A 60 meter north, option B 40 meter east, option C 40 meter south, option D 40 meter west. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഡയറക്ഷൻസ് വരച്ച് നോക്കുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് മാറിപ്പോകുന്നവർക്ക് ഞാൻ വി എന്ന് പറഞ്ഞിരുന്നു. വെസ്റ്റ് വെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നവർക്കായിട്ട്. ഓക്കെ, അപ്പോൾ രാഹുൽ 100 മീറ്റർ നടന്നു ടുവേർഡ്സ് സൗത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും സൗത്തിലേക്ക് 100 മീറ്റർ നടന്നിരിക്കുകയാണ്. 100 മീറ്റർ. ഫ്രം ദെയർ ഹി ടേൺഡ് ലെഫ്റ്റ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 40 മീറ്റേഴ്സ് നടന്നു. ഓക്കെ, 40 മീറ്റർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നടന്നു. ദെയറാഫ്റ്റർ ഹി ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വോക്ക്ഡ് 100 മീറ്റേഴ്സ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വീണ്ടും 100 മീറ്റർ നടന്നു. ദെൻ ആൻഡ് സ്റ്റോപ്ഡ്. ഓക്കെ, ആൻഡ് ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് രാഹുൽ. അപ്പോൾ എത്ര ദൂരത്താണ്, ഏത് ഡയറക്ഷനാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയായിരിക്കും? ഈ താഴെ നമ്മൾ 40 തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ സെയിം ലെങ്ത് ആയിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ 40 കിലോമീറ്റർ ആയിരിക്കും. ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ എൻഡിങ്, അയാൾ വന്ന് നിന്നിരിക്കുന്ന പോയിന്റ് ഉള്ളത്. അപ്പോൾ 40 മീറ്റർ ഈസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 40 മീറ്റർ ഈസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, രാം ഈസ് സ്റ്റാൻഡിങ് അറ്റ് എ പോയിന്റ് ഫേസിങ് നോർത്ത്. ഹി വോക്സ് 10 കിലോമീറ്റർ സ്ട്രെയിറ്റ്, ടേൺ ലെഫ്റ്റ് ആൻഡ് വോക്ക് അനദർ 15 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആൻഡ് ഫൈനലി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വോക്സ് 10 കിലോമീറ്റർ. ഹൗ ഫാർ ഹീ ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഓപ്ഷൻ എ 10 കിലോമീറ്റർ, ഓപ്ഷൻ ബി 5 കിലോമീറ്റർ, ഓപ്ഷൻ സി 12 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 15 കിലോമീറ്റർ. അപ്പോൾ ആദ്യം നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിൽ നിൽക്കുകയാണ് ആൻഡ് ഫേസിങ് ടു നോർത്ത്. ഒരു പോയിന്റിൽ നോർത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് വോക്സ് 10 കിലോമീറ്റർ സ്ട്രെയിറ്റ്, അതായത് നോർത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് 10 കിലോമീറ്റർ നടന്നു നോർത്തിലേക്ക്. ടേൺസ് ലെഫ്റ്റ് ആൻഡ് വോക്ക് 15 കിലോമീറ്റർ. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു 15 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് നടന്നു. ഓക്കെ, നോർത്തിനെ ഫേസ് ചെയ്തു, പിന്നെ ലെഫ്റ്റിലേക്ക് 15 കിലോമീറ്റർ നടന്നു. ആൻഡ് 15 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആൻഡ് ഫൈനലി ഹീ ടേൺസ് ടു ലെഫ്റ്റ്. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആൻഡ് എത്ര നടന്നു? 10 കിലോമീറ്റർ വീണ്ടും നടന്നു. ലെഫ്റ്റിലേക്ക് നടന്നു 10 കിലോമീറ്റർ നടന്നു. ഹൗ ഫാർ ഹീസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലെങ്ത് എത്രയാണ്? 15 കിലോമീറ്റർ തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, 15 കിലോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബാലൻ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ബൈ ഗോയിങ് 4 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ ആൻഡ് ദെൻ 3 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ് ആൻഡ് ദെൻ 8 കിലോമീറ്റർ സൗത്ത്. ഹൗ ഫാർ ഹീസ് ഫ്രം ദ ഇനീഷ്യൽ പോയിന്റ്? നോർത്ത് എപ്പോഴും ഇത് വരയ്ക്കുക കേട്ടോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയറക്ഷൻ മനസ്സിലാവും. അപ്പോൾ ബാലൻ സ്റ്റാർട്ട് ഹിസ് ജേർണി ബൈ ഗോയിങ് 4 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. അതായത് നോർത്തിലേക്ക് ഒരു 4 കിലോമീറ്റർ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നോർത്തിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്നും നോർത്തിലേക്ക് ഒരു 4 കിലോമീറ്റർ പോയിരിക്കുകയാണ്. ദെൻ 3 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. അവിടെ നിന്നും വെസ്റ്റിലേക്ക് എത്ര പോയി? ഒരു 3 കിലോമീറ്റർ വെസ്റ്റിലേക്ക് പോയി.
ദെൻ 8 കിലോമീറ്റേഴ്സ് സൗത്തിലേക്ക് ഒരു 8 കിലോമീറ്റർ പോയി. 8 കിലോമീറ്റർ. അപ്പോൾ ഇവിടം വരെ, ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടം വരെ 4 കിലോമീറ്റർ ആയിരുന്നു. ഇങ്ങോട്ട് ടോട്ടൽ എത്ര? 8 കിലോമീറ്റർ ആയി ഇവിടെ നിന്ന് ഇവിടം വരെ. ഓക്കെ, ഹൗ ഫാർ ഹീ ഈസ് ഫ്രം ദ ഇനീഷ്യൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എന്തോരം ദൂരം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ലെങ്ത്താണ്. ഇത് അയാൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗവും ഇത് അയാൾ എൻഡ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഈ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കിതൊരു ട്രയാങ്കിളായിട്ട് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിളായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ 3 കിലോമീറ്റർ ആണ്. സോ ഇവിടെയും 3 കിലോമീറ്റർ ആണെന്ന് അറിയാം. ഇത് ടോട്ടൽ 8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പകുതി വരെ എത്ര പറഞ്ഞിരിക്കുന്നത്? 4 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടം വരെ. അപ്പോൾ ബാക്കി ഭാഗം എത്രയായിരിക്കും? 4 കിലോമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ √4² + 3² വരും. ദാറ്റ് ഈസ് 16 + 9. അപ്പോൾ എന്ത് വരും? 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്കറിയാം √4² + 3² എന്ന് പറയുമ്പോൾ ആൻസർ ഒരു ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 4 മറ്റേ സൈഡ് 3 ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് എത്ര ആയിരിക്കും? 5 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 കിലോമീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ജോണി walked from his office towards west. After walking a distance of 25 meters, he turns towards right and walked 10 meters. He then turned left and moving a distance of 10 meters, turned to his left again and walked 40 meters. He now turns to the left and walks 5 meters. Finally, he turns to his left. In which direction he is walking now? Option A east, option B west, option C north, option D south. ഓക്കെ, അപ്പോൾ ജോണി ഓഫീസിൽ നിന്നും വെസ്റ്റ് സൈഡിലേക്ക് നടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ് സൈഡിലേക്ക് നടക്കുകയാണ്. 25 ഡിസ്റ്റൻസ് നടന്നു. ഓക്കെ, അപ്പോൾ ജോണിയുടെ ഓഫീസിൽ നിന്നും 25 കിലോമീറ്റേഴ്സ് നടന്നു. 25 കിലോമീറ്റർ നടന്നു. ആൻഡ് ടേൺഡ് ടുവേർഡ്സ് റൈറ്റ്. അവിടെ നിന്ന് എങ്ങനെയാണ്? റൈറ്റിലേക്ക് തിരിഞ്ഞു. ആൻഡ് 10 meters. ടുവേർഡ്സ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 10 meters. റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എത്രയാണ്? 10 മീറ്റർ നടന്നു. ഓക്കെ, ഹീ ടേൺഡ് ലെഫ്റ്റ് ആൻഡ് മൂവിങ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meters. അവിടെ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വീണ്ടും 10 meters നടന്നു. ഓക്കെ, ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ് അഗെയിൻ. വീണ്ടും ലെഫ്റ്റിലേക്ക് നടന്നിട്ട് വാക്ക്ഡ് 40 kilometers. വീണ്ടും ലെഫ്റ്റിലേക്ക് നടന്നു. എന്നിട്ട് എന്തായി? 40 kilometers. ഓക്കെ, 40 kilometers നടന്നു. ആൻഡ് നൗ ടേൺസ് ടു ദ ലെഫ്റ്റ്. വീണ്ടും എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആൻഡ് വാക്സ് 5 meters. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് എത്രയാണ്? 5 meter ആണ് നടന്നുള്ളൂ. ഓക്കെ, ഫൈനലി ഹീ ടേൺസ് ടു ഹിസ് ലെഫ്റ്റ്. പിന്നെ വീണ്ടും എന്താണ്? ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. എത്ര നടന്നു എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു നിന്നു എന്നാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഹീ ഈസ് വാക്കിംഗ് നൗ. ഇപ്പോൾ ഏത് ഡിറക്ഷനിലായിരിക്കും അദ്ദേഹം നടക്കുന്നതെന്ന്. അതായത് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു, അതായത് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഈസ്റ്റ് ഡിറക്ഷനിലായിരുന്നു ലാസ്റ്റ് പുള്ളി വന്നത് അല്ലേ? ഒരു ഈസ്റ്റ് ഡയറക്ഷനിലേക്കായിരുന്നു വന്നത്. പക്ഷേ ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ടേൺ ടു ഹിസ് ലെഫ്റ്റ്, അതായത് ഈസ്റ്റിലേക്ക് നടന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നടന്നില്ല, എത്ര ദൂരമൊന്നും നടന്നിട്ടില്ല, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാൾ ഏത് ഡിറക്ഷനെ ഫോക്കസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്? നോർത്ത് ഡിറക്ഷനെ ഫോക്കസ് ചെയ്തായിരിക്കും നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, നോർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. മനോഹരൻ drove 15 kilometers to the west from his house, then turned right and walked 20 kilometers. He then turned east and walked 25 kilometers, and finally turning right covered 20 kilometers. How far he is from his house and which direction? Option A 40 kilometers north, option B 10 kilometers east, option C 10 kilometers west, option D 40 kilometers east. അതായത് ഇതും നമുക്ക് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അല്ലേ? 50 kilometers ടു ദ വെസ്റ്റ് ഫ്രം ഹിസ് ഹൗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അയാളുടെ ഹൗസിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് 15 kilometers പോയി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഹൗസ്, ഓക്കെ, അവിടെ നിന്ന്
വെസ്റ്റ് സൈഡിലേക്ക് എത്ര പോയി? 15 കിലോമീറ്റർ വെസ്റ്റിലേക്ക് പോയി. ഓക്കെ. ദെൻ ടേൺഡ് റൈറ്റ് ആൻഡ് വോക്ക്ഡ് 20 കിലോമീറ്റേഴ്സ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് 20 കിലോമീറ്റർ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 കിലോമീറ്റർ റൈറ്റിലേക്ക് പോയി. ദെൻ ഹി ടേൺഡ് ഈസ്റ്റ്, വീണ്ടും ഈസ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ആൻഡ് വോക്ക്ഡ് 25 കിലോമീറ്റർ. എന്നിട്ട് അവിടെ നിന്ന് 25 കിലോമീറ്റർ നടന്നു. ഫൈനലി ടേണിംഗ് റൈറ്റ് ആൻഡ് കവേർഡ് 20 കിലോമീറ്റർ. വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 20 കിലോമീറ്റർ വന്നു. ഹൗ ഫാർ ഹീസ് ഫ്രം ഹിസ് ഹൗസ് ആൻഡ് വിച്ച് ഡിറക്ഷൻ? ഇപ്പോൾ ഹൗസിൽ നിന്നും എന്തോരം ദൂരത്താണ്, ഏത് ഡിറക്ഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിൻറ്റും തമ്മിൽ ഈ ഒരു ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം, 25 കിലോമീറ്റർ ആണെന്നറിയാം. പകുതി വരെ നമുക്ക് ഇവിടം വരെ ഉള്ളത് അറിയാം, എത്രയാണ്? 15 കിലോമീറ്റർ ആണെന്നും അറിയാം. അപ്പോൾ 25 മൈനസ് 15 വരും അല്ലേ? അപ്പോൾ 10 കിലോമീറ്റർ ആണ് ആൻസർ വരുന്നത്. ഏത് സൈഡിലാണിപ്പോൾ ഹൗസ്? ഏത് സൈഡിൽ, ഏത് വശത്താണ് ഹൗസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ്റ്റ് സൈഡിലാണ്. എൻഡിങ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ 10 കിലോമീറ്റർ ഈസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 10 കിലോമീറ്റർ ഈസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, രാമു വോക്ക്ഡ് 8 കിലോമീറ്റർ വെസ്റ്റ് ആൻഡ് ടേൺഡ് റൈറ്റ് ആൻഡ് വോക്ക്ഡ് 3 കിലോമീറ്റർ. Then again he turned right and walked 12 kilometers. How far he is from the starting point? Option A 5 kilometer, option B 7 kilometer, option C 3 kilometer, option D 4 kilometer. Okay. അപ്പോൾ രാമു 8 കിലോമീറ്റർ വെസ്റ്റിലേക്ക് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. രാമു 8 കിലോമീറ്റർ വെസ്റ്റിലേക്ക് നടന്നു. അപ്പോൾ രാമു 8 കിലോമീറ്റർ വെസ്റ്റിലേക്ക് നടന്നിട്ടുണ്ട്. ആൻഡ് ടേൺഡ് റൈറ്റ് ആൻഡ് വോക്ക്ഡ് 3 കിലോമീറ്റർ. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. 3 കിലോമീറ്റർ നടന്നു. ദെൻ അഗെയിൻ ടേൺഡ് റൈറ്റ്, വീണ്ടും അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വോക്ക്ഡ് 12 കിലോമീറ്റേഴ്സ്. റൈറ്റിലേക്ക് വീണ്ടും 12 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 12 കിലോമീറ്റർ റൈറ്റിലേക്ക് സഞ്ചരിച്ചു. ഹൗ ഫാർ ഹീസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയതും എൻഡിങ് ഇവിടെ തീർന്നതുമാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനെയും നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഇവിടെ നിന്ന് നേരെ നമുക്ക് താഴത്തേക്കൊരു ഇത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആയിരിക്കും. ഇവിടെയോ പകുതി വരെ നമുക്കറിയാം. ടോട്ടൽ എത്രയായിരിക്കും? 12 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പകുതി വരെ 8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 മൈനസ് 8 എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 3 കിലോമീറ്റർ ആണ്, 4 കിലോമീറ്റർ ആണ്. ഓഫ് കോഴ്സ് അപ്പോൾ ഈ സൈഡ് എത്രയായിരിക്കും? 5 കിലോമീറ്റർ ആയിരിക്കും ഈ ഒരു സൈഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 5 കിലോമീറ്റർ. ഇത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 3 കിലോമീറ്ററും ഈ സൈഡ് 4 കിലോമീറ്ററും ആയിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്തായിരിക്കും? എപ്പോഴും 5 തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് റൂട്ട് ഇട്ടിട്ട് റൂട്ട് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 16 പ്ലസ് 9 വരും. ദാറ്റ് ഈസ് റൂട്ട് 25 വരും. അപ്പോൾ ആൻസർ 5 ആയിരിക്കും. ആൻസർ 5 കിലോമീറ്റേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ക്യാബ് ഡ്രൈവർ സ്റ്റാർട്ട്സ് ഫ്രം മെട്രോ സ്റ്റേഷൻ, ഡ്രൈവ്സ് 3 കിലോമീറ്റർ towards north, takes a left turn and drives for 6 kilometers. He then take a left turn and drive for 10 kilometers before taking a left turn again and driving for 6 kilometers. The driver finally takes a left turn and drives 2 kilometers before stopping. How far and towards which direction should he drive to reach the metro station again? Option A 5 kilometers towards north, option B 7 kilometers towards north, option C 3 kilometers towards east, option D 6 kilometers towards north. ഓക്കെ, ഇത് കുറച്ചുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ വരച്ച് വരുമ്പോൾ എളുപ്പമായിരിക്കും. ഒരു ക്യാബ് ഡ്രൈവർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ,
എന്നിട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് 3 കിലോമീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചു. 3 കിലോമീറ്റർ. അതിന് മുമ്പ് ഇവിടെ ഒന്ന് വരച്ചിടണേ. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. 3 കിലോമീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചു. ടേക്ക് എ ലെഫ്റ്റ് ടേൺ. അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. 6 കിലോമീറ്റർ സഞ്ചരിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ലെഫ്റ്റ് എടുത്തിട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ. ദെൻ ഹീ ടേക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് ഡ്രൈവ് 10 കിലോമീറ്റർ. അവിടെ നിന്നൊരു ലെഫ്റ്റ് ടേൺ എടുത്തു. എന്നിട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ബിഫോർ ടേക്കിംഗ് ലെഫ്റ്റ് ടേൺ അഗെയിൻ ആൻഡ് ഡ്രൈവിംഗ് ഫോർ 6 കിലോമീറ്റർ. എന്നിട്ട് എന്താണ്, ഒരു ലെഫ്റ്റ് ടേണും കൂടി എടുത്ത് 6 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. ഒരു ലെഫ്റ്റ് ടേണും കൂടി എടുത്ത് 6 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചു. ആൻഡ് ഡ്രൈവർ ഫൈനലി ടേക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് ഡ്രൈവ് 2 കിലോമീറ്റർ ബിഫോർ സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുത്ത് ഒരു 2 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ചു. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ദൂരത്തും ഏത് ഡിറക്ഷനിലും ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെട്രോ സ്റ്റേഷനിൽ നിന്നും എത്ര ദൂരത്തും ഏത് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പോയിന്റ്. അപ്പോൾ എത്ര ദൂരത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ നമുക്കറിയാം എത്രയാണ്, 10 കിലോമീറ്റർ ആണെന്ന് അറിയാം. പകുതി വരെ നമ്മൾ കണ്ടു 3 കിലോമീറ്റർ ആണ് അല്ലേ. ഇവിടം വരെ 3 കിലോമീറ്റർ, ഇവിടം വരെ 2 കിലോമീറ്റർ. അപ്പോൾ ബാക്കി എത്ര വരും? ഇവിടെ ഇത്രയും ഭാഗത്ത് എത്രയായിരിക്കും? 5 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ 2 പോയിന്റുകളും തമ്മിലുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. നമ്മൾ ഷുഡ് ഡ്രൈവ് ടു റീച്ച്, മെട്രോ സ്റ്റേഷനിലേക്ക് എത്താൻ ഏത് ഡിറക്ഷനിൽ പോകണം, എത്ര ദൂരം പോകണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിലേക്ക് എത്താൻ 5 കിലോമീറ്റർ പോകണം. അപ്പോൾ എൻഡ് ചെയ്ത പോയിന്റിൽ നിന്ന് ഏത് ഡിറക്ഷനിൽ പോകണം? മുകളിലേക്ക്, അതായത് നോർത്ത് ഡിറക്ഷനിൽ പോകണം. അപ്പോൾ 50 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് പോകണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 50 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, a person from a point A walks towards the south direction. After walking 8 km, he reaches a point B, where he turns to the left and walks for 4 km to reach the point C, where he turns to the right and walks for a 5 km to reach the point D, where he turns to east direction and walks for 8 meter to reach the point E, where he turns to the left and walks for 5 km reach the point F, where he turns to the right and walks for 4 km to reach the point G. Then finally he turns to the north direction and walks for 8 km to reach the point H എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന് എ ബി എന്ന് പറഞ്ഞ് 2 ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് വരയ്ക്കാം കേട്ടോ. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് പോയിന്റ് എയിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൗത്ത് ഡിറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്. 8 കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് സൗത്തിലേക്ക് നടന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് എത്ര നടന്നു? 8 കിലോമീറ്റർ നടന്നു. അപ്പോൾ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് എത്ര നടന്നു? 8 കിലോമീറ്റർ. ഓക്കെ, 8 കിലോമീറ്റർ നടന്നു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ വാക്കിംഗ് 8 കിലോമീറ്റർ ഹി റീച്ചസ് ദ പോയിന്റ് ബി. അതായത് എയിൽ നിന്നാണ് തുടങ്ങിയത്. 8 കിലോമീറ്റർ നടന്നപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. വെയർ ഹീ ടേൺസ് ടു ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് വോക്സ് ഫോർ 4 മീറ്റർ ടു റീച്ച് പോയിന്റ് സി എന്നാണ് പറയുന്നത്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്ന് എന്തായി? സി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. വെയർ ഹീ ടേൺസ് ടു റൈറ്റ്, പിന്നെ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ ടു റീച്ച് ദ പോയിന്റ് ഡി. റൈറ്റിലേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. ഏതാണ്? ഡി എന്ന് പറയുന്ന പോയിന്റിലെത്താൻ. 5 കിലോമീറ്റർ നടന്ന് ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തി.
where he turns to the east direction and walk 8 meter to reach the point E. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട് 8 കിലോമീറ്റർ നടന്നു എന്നാണ് പറയണത്. 8, അപ്പോൾ ഇവിടെ 8 കിലോമീറ്റർ വീണ്ടും നടന്നു. ദെൻ അപ്പോൾ ഇവിടെ എത്തി, ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി. where he turns to the left and walks 5 kilometer to reach the point F. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ നടന്ന് എഫ് എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഓക്കെ, എവിടെ എത്തി? എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ 5 കിലോമീറ്റർ നടന്നെത്തി. where he turns to right, വീണ്ടും അവിടെ നിന്ന് റൈറ്റിലേക്ക് നടന്നു. എത്രയാണ്? 4 കിലോമീറ്റർ ടു റീച്ച് ദ പോയിന്റ് ജി. വീണ്ടും അവിടെ നിന്ന് 4 കിലോമീറ്റർ നടന്ന് ജി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. 4 കിലോമീറ്റർ. ദെൻ ഫൈനലി ഹി ടേൺസ് ടു നോർത്ത് ഡയറക്ഷൻ ആൻഡ് വോക്ക് 8 കിലോമീറ്റർ. വീണ്ടും നോർത്ത് ഡയറക്ഷനിൽ 8 കിലോമീറ്റർ നടന്നു എന്നാണ് പറയണത്. ടു റീച്ച് ദ പോയിന്റ് എച്ച് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരച്ച് വരുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൽ ഇവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടു എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസും ഡയറക്ഷനും, എച്ചിൻ്റെ ഡിസ്റ്റൻസും ഡയറക്ഷനുമാണ് വിത്ത് റെസ്പെക്ട് ടു എ വെച്ചിട്ട് നോക്കുമ്പോൾ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ എൻഡിങ് പോയിന്റ് ആണ് എച്ച്. ഓക്കെ, അപ്പോൾ ഈ എച്ചിൻ്റെ ഡയറക്ഷനും ദൂരവും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദൂരം കാണണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് വരുന്നത്. നമുക്കതറിയാം. ഇവിടെ നിന്ന് വരുമ്പോൾ എത്ര? ഇവിടം വരെ. ഓക്കെ, ഇവിടം വരെ എത്രയാണ്? 4 കിലോമീറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗം വരെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 8 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്തത് ഇവിടെ നിന്ന് നമ്മുടെ എച്ച് വരെ ഈ ഒരു ദൂരം ഇതെത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 + 8 + 4 വരും. അപ്പോൾ എന്താണ്? 16 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എച്ച് ഏത് ഡിറക്ഷനിലാണ്? ഈസ്റ്റ് ഡിറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ 16 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 16 കിലോമീറ്റർ ടുവേർഡ്സ് ദ ഈസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു ബി. ഇയുടെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ബീനെ വെച്ച് നോക്കുമ്പോഴുള്ള ഇയുടെ ഡയറക്ഷൻ. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇതാണ്. ബീനെ വെച്ച് നോക്കുമ്പോഴുള്ള ഇയുടെ ഡയറക്ഷൻ. ഇ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് ഇ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബീനെ വെച്ച് നോക്കുമ്പോൾ ഇയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു ഡയറക്ഷൻ അല്ലേ. ബീനെ വെച്ചിട്ട് നോക്കുമ്പോൾ ബിയുടെ നോർത്ത് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എക്ക് ഇരിക്കുന്ന ഭാഗം നോർത്ത്, താഴത്തേക്ക് സൗത്താണ്. പിന്നെ ബിയുടെ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ, ഈ ഇരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൗത്ത് ഈസ്റ്റ് ഡിറക്ഷനാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, സൗത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ്റെ പോർഷനിൽ നിന്നുള്ളത്. പാർട്ട് 1 നമ്മൾ 10 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. മാക്സിമം ഇനിയിപ്പോൾ വരുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നേരത്തെ 20 ആയിരുന്നുള്ളത് 10 ആയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറയുന്നതനുസരിച്ച് നമുക്ക് അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്